എന്നിലും വിശ്വസിക്കും. ദൈവത്തിൽ വിശ്വസിക്കും. നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയില്ല. എന്താണ് നമ്മൾ ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസം? ദൈവത്തിൽ വിശ്വാസം കർത്താവ് ആവർത്തിച്ച് ഒരുപാട് ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. എന്താ ദൈവത്തിൽ വിശ്വസിക്കുക? ഒറ്റ വാക്കിൽ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുക. സിംപിളി ദൈവത്തിൽ വിശ്വസിക്കുക. അതല്ല, ദൈവത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസം ദൈവം ആരെന്നറിഞ്ഞു ദൈവത്തിന്റെ ആളത്വത്തിൽ നമ്മൾ വിശ്വസിക്കുക. ദൈവത്തിന്റെ ആളത്വത്തിൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാൻ കഴിയും, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാൻ കഴിയും. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നതും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവത്തിന്റെ ആളത്വത്തിൽ വിശ്വസിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനത്തിലേക്ക് ഒന്ന് വരണം. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കണം. 4:3. റോമർ 4:3. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം, ആ വാക്ക് കേട്ടോ, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. കണ്ടോ? അതവൻ എന്തായി കണക്കിട്ടു? യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ. അബ്രഹാം ആരെ വിശ്വസിച്ചു? ദൈവത്തെ വിശ്വസിച്ചു. ദൈവത്തെ വിശ്വസിച്ചു. അതവൻ എന്തായി കണക്കിട്ടു? നീതിക്കായി കണക്കിട്ടു. അബ്രഹാമിന്റെ വിശ്വാസം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. നമ്മൾ എബ്രായലേഖനം പഠിച്ചപ്പോൾ അതിലെ ചില ഭാഗങ്ങൾ ഞാൻ ഉദ്ധരിച്ചിരുന്നു. എങ്കിലും അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ദൈവത്തിൽ ഉള്ള വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഭയം, നമ്മുടെ ആകുലതകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാകുന്നത് നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ. അബ്രഹാമിനോട് ദൈവം അനവധി പ്രാവശ്യം സംസാരിച്ചു. അബ്രഹാമിന്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട സമയങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ദൈവത്തെ നമ്മൾ എപ്രകാരം വിശ്വസിക്കുന്നു? ഏത് നിലവാരത്തിൽ വിശ്വസിക്കുന്നു? റോമാലേഖനം 4:16 മുതൽ വായിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു എന്നവിടെ പറയുന്നുണ്ട്. അബ്രഹാമിന്റെ വിശ്വാസം ഞാൻ ഓടിച്ചെന്ന് പറയത്തേ ഉള്ളൂ, മുൻപ് പറഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. അപ്പൊ അവകാശികൾ ആകാൻ നമുക്ക് വിശ്വാസം വേണം. അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർ കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുകയും. കണ്ടോ? ദൈവം അബ്രഹാമിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് ഇങ്ങനെയാണ്: ഞാൻ വിശ്വസിക്കുന്ന ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും. അപ്പൊ ദൈവത്തിന്റെ ആളത്വത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ദൈവം ആരാണെന്ന്, ദൈവത്തിന്റെ ആളത്വം എന്താണെന്ന് വിശ്വസിക്കുക. ദൈവം ആരാ? ദൈവത്തിന് എന്ത് കഴിയും? ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? അബ്രഹാം പറയുന്നു, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന അബ്രഹാമിന്റെ ഒന്ന് ശൂന്യതയുടെ നടുവിലാ ദൈവം അബ്രഹാമിനോട് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ കുറിച്ച് ലോകം, അല്ലെങ്കിൽ തന്റെ കുടുംബത്തെ കുറിച്ച് ലോകം പറയുന്നത് മച്ചിയായ കുടുംബം, അല്ലെ മച്ചി എന്ന് പറഞ്ഞ് ലോകം പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കൂടാരത്തിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ആകാശത്ത് നോക്കി നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണ്, നിനക്ക് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ എണ്ണാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ നിനക്ക് മക്കളെ തരും. ഇത് പറയുമ്പോൾ ലോകം അബ്രഹാമിന്റെ കുടുംബത്തെ മച്ചി എന്ന് പറഞ്ഞ് തന്റെ സാറായെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം പറയുന്നു, സന്തതിയെ ഞാൻ തരുമ്പോൾ നിനക്ക് എണ്ണാൻ പറ്റാതെ വണ്ണം തരും. എന്നിട്ട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ പറ്റത്തില്ലെങ്കിൽ ഈ കടൽക്കരയിലെ മണൽത്തരികളെ നിനക്ക് എണ്ണാൻ പറ്റത്തില്ല. എണ്ണാൻ പറ്റാത്തതുപോലെ തലമുറകളെ ഞാൻ നിനക്ക് തരും. ഇത് ദൈവം പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? ഞാൻ എൽ ശദായിയ, ഞാൻ സർവശക്തനാണ്. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായി ആരെയാ വിശ്വസിക്കേണ്ടത്. സർവശക്തൻ എന്ന് പറഞ്ഞാൽ സർവത്തെയും സകലത്തെയും
ഭരിച്ചുകൊണ്ടിരിക്കുന്ന സകലത്തെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുക. ഇനിയും ഇതിന്റെ ആഴങ്ങളിലേക്ക് വരണം. എന്താണ് ഈ സകലത്തെയും കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ? നമ്മൾ വിചാരപ്പെടുന്ന, ഭാരപ്പെടുന്ന വിഷയങ്ങൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് നോക്കുമ്പോൾ ദൈവമാണ് ഇത് മുഴുവനും കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ, പഞ്ചസാര മണൽ കൊണ്ട് ഈ കടലിനെ അതിരിട്ട് അതിനെ തടഞ്ഞു നിർത്തിയ ദൈവമാണ് എന്റെ കാര്യത്തിൽ ഒരു അതിരിട്ടതെങ്കിൽ ആ അതിര് കടന്ന് ഒരു ശക്തിക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ദൈവം സർവശക്തന, ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി എവിടെയോ ഞാൻ അറിയാതെ തന്റെ കരങ്ങൾ ചലിപ്പിക്കുകയാണ്, കൺട്രോൾ ചെയ്യുകയാണ്. എന്താ അബ്രഹാമിന്റെ വിശ്വാസം? അബ്രഹാമിന്റെ വിശ്വാസത്തെ ടാബ്ലറ്റ് രൂപത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. മരിച്ചതിന് ജീവൻ കൊടുക്കുന്ന ദൈവം. ഈ വിശ്വാസം കൊണ്ടാണ് സ്വന്തം മകനാകുന്ന ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിക്കുവാൻ ബാല്യക്കാരും കഴുതയും അവിടെ നിർത്തിയിട്ട് അബ്രഹാം പറഞ്ഞിട്ട് പോയ പദം ശ്രദ്ധിച്ചോ, ഞാനും ബാലനും യാഗം കഴിച്ച് തിരിച്ചു വരും. എന്താ ബാലനുമായി തിരിച്ചു വരുമെന്ന് ഉറപ്പ്? ഞാൻ സേവിക്കുന്ന ദൈവം എന്റെ സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയ അവസ്ഥയിൽ അതിനകത്ത് ജീവൻ ഉൽപ്പാദിപ്പിച്ച് ഒരു പൈതലിനെ ഉൽപ്പാദിപ്പിച്ച ദൈവമെങ്കിൽ എന്റെ ഈ മകനെ വെട്ടി നുറുക്കി ചാരമാക്കിയ ആ ചാരത്തിൽ നിന്ന് ഒരു ഇസ്ഹാക്കിനെ കൂടെ വിളിച്ചു വരുത്താൻ കഴിയും. ഇത് തന്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഞാനും ബാലനൂടെ മടങ്ങി വരും. വിളിച്ചു വരുത്തുന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. മരിച്ചതിന് ജീവൻ കൊടുക്കുന്ന ദൈവമാണ്. 3 താൻ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ആശിപ്പാൻ വകയില്ല, ആശിപ്പാൻ യാതൊരു കാരണവുമില്ല. അതിനകത്ത് കയറി വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ് അബ്രഹാമിന്റെ. വീണ്ടും താഴോട്ട് എഴുതിയിട്ടുണ്ട്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരത്തിന്റെ നിർജീവത്വം മനസ്സിലാക്കിയിട്ടും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവ അവസ്ഥ ഗ്രഹിച്ചിട്ടും അവർ ഇരുവരും, എനിക്ക് ആ സംഭവം ഇഷ്ടപ്പെട്ടു, അവർ ഇരുവരും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ 4ാമത്തെ ക്വാളിറ്റി ക്ഷീണിക്കാത്ത വിശ്വാസം. ക്ഷീണിക്കാത്ത വിശ്വാസം. ഇന്ന് രാത്രി ഓർക്കുക, അബ്രഹാമിന്റെ ശരീരം ക്ഷീണിച്ചെങ്കിലും വിശ്വാസം ക്ഷീണിച്ചിട്ടില്ല. 100ാമത്തെ വയസ്സിലും ശരീരം നിർജീവമായിട്ടും വിശ്വാസം നിർജീവമായിട്ടില്ല. എന്താ കാരണം? 17 ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൽഷദായിയ, ഞാൻ എൽഷദായിയ. നിങ്ങൾ കേട്ട ദൈവത്തിന്റെ നാമം, ആ ശബ്ദം ഏതാ? ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗം ഇങ്ങനെ പറയാൻ എന്റെ ഉള്ളിലുണ്ടായ ഒരു പ്രേരണ, അംഗാര ക്യാമ്പിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ദൈവവചനം ശുശ്രൂഷിക്കുമ്പോഴുണ്ടായ ഒരു പ്രേരണയാണ്. അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, സകലത്തെയും സകലത്തെയും യേശു ക്രിസ്തുവിന്റെ കാൽ കീഴാക്കി അവനെ സകലത്തിന്റെയും തലയാക്കി എന്റെ പിതാവ് വെച്ചിരിക്കുകയാ എന്ന് പറഞ്ഞാൽ കുവൈറ്റ് മുഴുവനും കർത്താവിന്റെ കാൽ കീഴില, ഈ ഗ്ലോബ് മുഴുവനും ദൈവത്തിന്റെ കാൽ കീഴില. ഞാൻ ഇതറിയുമ്പോൾ ഇത്ര ഭയങ്കരനായ ഒരു ദൈവത്തെയാ ഞാൻ ആരാധിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ശബ്ദമെടുത്ത് ഈ ദൈവത്തെ ആരാധിച്ചുകൂടാ? ഒരു ഗ്ലോബ് എടുത്ത് തറയിൽ വെച്ചിട്ട് നിങ്ങൾ ആ ഗ്ലോബിന്റെ മേൽ കാല് ഉയർത്തി നിന്നാൽ അതിന്റെ അർത്ഥം ഈ ഭൂലോകം മുഴുവനും കാൽ കീഴിലിരിക്കുന്നത് പോലെ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക, എനിക്ക് എന്തൊന്നില്ലാത്ത ആത്മസന്തോഷം ഉണ്ടായി. ഇവിടെ ആരെയാ നമ്മൾ ഭയപ്പെടുന്നത്? ഇവിടെ എന്തിനെയാ നമ്മൾ ഭയപ്പെടുന്നത്? രാജ്യങ്ങളും രാജാക്കന്മാരും യേശുക്രിസ്തുവിന്റെ കാൽ കീഴിൽ ഇരിക്കുന്നെങ്കിൽ ആ കാൽ കീഴിൽ ഈ രാജ്യങ്ങളെ വെച്ചേക്കുന്നവൻ എന്റെ വലങ്കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിക്കുക, ഇവിടുത്തെ ഭീഷണികളൊന്നും നമ്മെ ഭയപ്പെടുത്തുകയില്ല. ചിലർക്ക് മന്ത്രവാദം കേൾക്കുമ്പോഴേ പെന്തക്കോസ്തുകാരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന വാക്കുകൾ ഇതൊക്കെയാ. ചില രോഗങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാ. പക്ഷെ ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിക്കണം, ഇത് മുഴുവനും
തലയായി. ഈ ഒരു വാക്യം എന്നെ ഈ ദിവസങ്ങളെല്ലാം ചിന്തിപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രി മാത്രമല്ല, അത് പിന്നീട് എന്റെ ഹൃദയത്തിൽ ആത്മപ്രേരണകൾ നൽകുവാനിടയായി. അത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അറിയാതെ ദൈവം എവിടെയൊക്കെയോ തന്റെ കരങ്ങൾ കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ്. 100 വയസ്സുള്ളവനായി, ശരീരം നിർജീവമായി, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവ അവസ്ഥ, രണ്ടുപേരുടെയും മെഡിക്കൽ റിപ്പോർട്ട് സ്കാൻ ചെയ്തത് വെളിയിൽ എഴുതിയിരിക്കുകയാണ്. ഡോക്ടർ, ഈ ശരീരത്തിൽ, ഈ ഉദരത്തിൽ ഇനി ഒന്നും നടക്കത്തില്ല. ഇതവർ ഗ്രഹിച്ചിട്ടും അവർ എവിടെ ക്ഷീണിച്ചില്ല? വിശ്വാസത്തിൽ. മെഡിക്കൽ റിപ്പോർട്ടുകൾ എതിരായി നിങ്ങളുടെ കരങ്ങളിൽ എത്തുമ്പോഴും ശരീരം ക്ഷീണിച്ചാലും മനസ്സ് ക്ഷീണിച്ചാലും വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. അതിൽ ധൈര്യപ്പെടണം. ഈ വിശ്വാസത്തിൽ ആ ദൈവം നിന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്ന വാക്ക്. തോമസിനോട് കർത്താവ് പറഞ്ഞത് അറിയാമോ? ഞാൻ അവനെ കണ്ടിട്ടല്ലാതെ, ഞാൻ അവന്റെ വിലാപ്പുറത്ത് കൈയിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞേണ്ട, അവിശ്വാസിയായിരിക്കാതെ വിശ്വാസിയായിട്ടിരിക്കും. ഉടനെ പുള്ളി ഒരു നിലവിളി എന്താ വിളിച്ചെന്നറിയാമോ? എന്റെ കർത്താവും എന്റെ ദൈവവുമേ, എനിക്കിപ്പോ നിന്നിൽ വിശ്വാസമായി. നീ എന്റെ കർത്താവുമാ, നീ എന്റെ ദൈവവുമാ. നീ എന്റെ കർത്താവുമാ, നീ എന്റെ ദൈവവുമാ. എന്റെ പേഴ്സണലായിട്ട് പുള്ളി വിളിച്ചത് ആ സമയത്താ. കർത്താവിന്റെ ഒരു ഒറ്റ വാക്ക, നീ അവിശ്വാസിയായിരിക്കാതെ വിശ്വാസിയായിരിക്കുക. വിശ്വസിക്കുക. ദൈവം എല്ലാം കൺട്രോൾ ചെയ്യുന്നു. ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ കുറെ സംഭവങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിലേക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ഒരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച ഒരു ഭാഗമാണ്. എങ്കിലും ആ ഭാഗത്തേക്ക് നമ്മൾ ഒരു കാര്യം ഓർക്കുക. യാക്കോബ് അപ്പോസ്തലൻ എഴുതി, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും സ്വർഗസ്ഥനാകുന്ന പിതാവിൽ നിന്ന് വരുന്നു. എന്നിട്ട് എഴുതിയിരിക്കുന്നു, അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനം. അവന് ഗതിഭേദത്താൽ എന്ന് പറഞ്ഞാൽ വേരിയേഷൻ. നമ്മുടെ എല്ലാ സ്വഭാവത്തിനും എന്തുണ്ട്? വേരിയേഷൻ ഉണ്ട്. പക്ഷെ ദൈവത്തിന് അതില്ല. അതൊന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കണം. നമ്മൾ കാണുന്ന വ്യക്തികൾക്കെല്ലാം വേരിയേഷൻ ഉണ്ട്, പക്ഷെ ദൈവത്തിന് അതില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വേരിയേഷൻ ആയിട്ടുള്ള ഒരു സ്വഭാവത്തോടു കൂടെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഈ ദൈവത്തിലുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം എപ്രകാരമായിരിക്കണം, ഇത് നമ്മൾ മനസ്സിലാക്കാൻ. ദൈവം ഒരു കാര്യം തന്റെ മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്യുന്നു. ഒരാളെ കുറിച്ച് അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനാകുന്ന യാക്കോബിന്റെ 11ാമത്തെ പുത്രനാകുന്ന ജോസഫ് 30ാമത്തെ വയസ്സിൽ മിസ്രയേമിൽ ഫറവോന്റെ 2ാം സ്ഥാനത്തിരിക്കണം. ഇത് വേറെ ആർക്കും അറിയത്തില്ല. ഇത് ദൈവം മനസ്സിലിട്ട പ്ലാനാണ്. എന്നിട്ട് ദൈവം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് യാക്കോബിന് അറിയത്തില്ല, ഇത് സഹോദരങ്ങൾക്ക് അറിയത്തില്ല, ഇത് ജോസഫിന് അറിയത്തില്ല. ഏതോ ഒരു സ്വപ്നം കണ്ട് ഇങ്ങനെ കറ്റകളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത്, ഏതോ ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും ഒക്കെ എന്നെ നമസ്കരിക്കുന്നത്, പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ സ്വപ്നം അവിടെ കിടക്കുമ്പോഴും ഇത് പ്രീ പ്ലാനാ ദൈവത്തിന്റെ. ദൈവം ഇട്ടേക്കുന്ന വയസ്സ് 30ാമത്തെ വയസ്സാണ്. ഈ വയസ്സിന് മുൻപും ജോസഫിന് അവിടെ കയറാൻ പറ്റത്തില്ല. ഈ വയസ്സിൽ നിന്ന് ഒരു വയസ്സ് അപ്പുറത്തൊന്നും പോകത്തുമില്ല. ഇതിനകത്ത് ഒരു കാര്യം ഓർത്തോളാം, ദൈവം നമ്മുടെ വഴി കുറവ് തീർക്കുന്നവനാണ്. ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിന്റെ വഴിയിലാണെന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ അത് തികവുള്ളതായിരിക്കും. 18ാം സങ്കീർത്തനത്തിന്റെ 30ാം വാക്യവും 32ാം വാക്യവും ഒന്ന് വായിച്ചാൽ ഈ 2 വാക്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. 18ാം സങ്കീർത്തനത്തിന്റെ 30 ദൈവത്തിന്റെ വഴി തികവുള്ളത്. നോക്ക്, ദൈവത്തിന്റെ വഴി എങ്ങനെയുള്ളതാണ്? ആ ദൈവം ഒരു വഴിയിലൂടെ ഒരു ഭക്തരെ നടത്തിയാൽ അതിനകത്ത് ദുർഘടങ്ങൾ ഉണ്ടായിരിക്കാം, കഷ്ടതകൾ ഉണ്ടായിരിക്കാം, ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് തികവുള്ളതായിരിക്കും. ഇനി 32ാം വാക്യം, എന്നെ ശക്തി കൊണ്ട് അകന്നുകയും എന്റെ വഴിയുടെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വഴി തികവുള്ളത് മാത്രമല്ല, എന്റെ വഴിയുടെ കുറവ്
തീർത്തു തരാനും ദൈവം ശക്തനായ ദൈവമാണ്. ദൈവത്തിലുള്ള ആ വിശ്വാസത്തിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒന്ന് കടന്നു വന്നാൽ നല്ലതായിരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ യാക്കോബിന്റെ 11ാമത്തെ പുത്രനാകുന്ന ജോസഫിനെ ഈ 30ാമത്തെ വയസ്സിൽ മിസ്രയീമിൽ ഫറവോന്റെ 2ാം സ്ഥാനത്ത് ഇരുത്താൻ ദൈവം പ്ലാനിട്ടിരിക്കുക. ഇതിന് ദൈവം ജോസഫിന്റെ ജീവിതത്തെ 3 ഘട്ടമായിട്ട് തിരിക്കുകയാണ്. 1ാമത്തെ ഘട്ടം തന്റെ വീട്ടിലെ ജീവിതമാണ്. തന്റെ വീട്ടിൽ തന്നെ എല്ലായ്പ്പോഴും അസൂയയോടെ കാണുന്ന ഒരു കൂട്ടം സഹോദരങ്ങൾ, തന്നെ എപ്പോഴും അക്യൂസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങൾ, തന്റെ എല്ലാ പ്രവൃത്തിയിലും തന്നെ നോട്ടപ്പുള്ളിയാക്കി വെക്കുന്ന ഒരു കൂട്ടം ജ്യേഷ്ഠ സഹോദരന്മാർ, ഇവരുടെ നടുവിൽ ജോസഫ് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അവിടെ കൊണ്ട് ജോസഫിന്റെ ജീവിതം തീർന്നില്ല. വീണ്ടും അവനെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഓർപ്പിച്ചത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ക്ഷമിക്കുക. താൻ അപ്പൻ തന്റെ ജ്യേഷ്ഠന്മാരുടെ സ്നേഹം അന്വേഷിക്കാനായിട്ട് പറഞ്ഞയക്കുന്നു. പക്ഷെ അപ്പൻ അറിയുന്നില്ല ജോസഫ് എന്നേക്കുമായി വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇത് ദൈവത്തിന്റെ പ്ലാനിലേക്കുള്ള ചലനമാണ്. ഒരുപക്ഷെ കുവൈറ്റിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മളെ കുറിച്ചുള്ള പ്ലാൻ നമ്മുടെ വീട്ടുകാർ കണ്ടിട്ടില്ല, നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ ചില വർഷങ്ങൾ ഇവിടെ നിന്ന് കഴിയുമ്പോഴായിരിക്കാം ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളെ കുറിച്ചുള്ളതും നിങ്ങളുടെ മാതാപിതാക്കളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് നിറവടിയായി നിറവേറ്റാൻ ദൈവം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മുഖാന്തരങ്ങളുണ്ട്. ഇത് എന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നെങ്കിലും ദൈവം അത് പ്ലാനായിട്ട് ചെയ്യുകയാണ്. സഹോദരങ്ങൾ വെറുക്കുന്നു, വീട്ടിൽ നിന്ന് ചേട്ടന്മാരുടെ അടുത്തേക്ക് പോകുന്നു. ശേഖേമിലായിരുന്നു ജ്യേഷ്ഠന്മാർ ഇന്നലെ വരെ നിന്നിരുന്നത്. പക്ഷെ ജോസഫ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചേട്ടന്മാർ ഒരുമിച്ച് തീരുമാനിച്ചു നമുക്ക് ദോദാനിലേക്ക് പോകാം. അവർ തീരുമാനിച്ചതല്ല, ദൈവം കൺട്രോൾ ചെയ്യുകയാണ്. ജ്യേഷ്ഠന്മാരെ 10 പേരെയും അന്ന് ദൈവം അവരുടെ മനസ്സിൽ തോന്നിച്ചു ദോദാനിൽ പോകാം. എന്തിനാ ദോദാനിൽ പോകാം എന്ന് പറഞ്ഞതെന്നറിയാമോ? ഇസ്മായേലിയ കച്ചവടക്കാർ ശേഖേം വഴി അല്ല മിസ്രയീമിലേക്ക് പോകാനായിട്ട് അവിടുന്ന് യാത്ര തിരിച്ചു വരുന്നത്. പിന്നെയോ അവർ വരുന്നത് ദോദാൻ വഴിയാ. അങ്ങനെയെങ്കിൽ ജോസഫ് അവരുടെ കയ്യിൽ പെടണമെങ്കിൽ ദൈവം ജോസഫിനെ അവിടെ വിട്ടേ പറ്റത്തുള്ളൂ. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ജോസഫ് അല്ല, ജ്യേഷ്ഠന്മാരല്ല. ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു കൺട്രോൾ ഉണ്ട്. തിരുവഴുത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ വാക്യത്തിന്റെ ശരിക്കും ഡെഫിനിഷൻ പഠിച്ചാൽ സകലതും കൺട്രോൾ ചെയ്യുന്ന എന്റെ അപ്പച്ച, എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പിതാവേ, സകലതും നിന്റെ കൺട്രോളിലാണ്. ഇവിടെ ഒരാൾ ചലിക്കണമെങ്കിൽ, ഇവിടെ ഒരാൾ എഴുന്നേൽക്കണമെങ്കിൽ, ഇവിടെ ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ, ഇവിടെ ഒരു രാജാവ് ഇന്ന് രാത്രിയിൽ 12 മണിക്ക് മുമ്പ് സിംഹാസനത്തിൽ നിന്ന് നിലത്ത് വീഴണമെങ്കിൽ ദൈവത്തിന്റെ കരം ചലിച്ചേ പറ്റത്തുള്ളൂ. രാജാക്കന്മാരെ വാഴിക്കുന്നതും രാജാക്കന്മാരെ ഇറക്കി വിടുന്നതും ദൈവമാണെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജ്യങ്ങളും രാജാക്കന്മാരും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമാണ്. ആ ദൈവം ഈ ദോദാനിലേക്ക് അവരെ അയക്കുകയാണ്. ദോദാനിൽ വെച്ച് പൊട്ടക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടി വന്ന ജോസഫ്, അതല്ലായിരുന്നു അവരുടെ പ്ലാൻ. അവരുടെ പ്ലാൻ അവനെ ഇല്ലാതാക്കി കളയുക എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിന് അവനെ കുറിച്ച് പ്ലാൻ ഉള്ളത് കൊണ്ട് അവരിൽ ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇല്ലാതാക്കി കളയാനുള്ള ഗൂഢാലോചനയിൽ നിന്ന് ഒരുത്തൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ വേണ്ട. എന്നാൽ 20 വെള്ളിക്കാശിന് ഈ ഇസ്മായേലിയ കച്ചവടക്കാർ അവനെ വിലയ്ക്ക് വാങ്ങുന്നു. അവർ കൊണ്ടു ചെല്ലുമ്പോൾ മറ്റാരും ജോസഫിനെ വാങ്ങാതെ ഒരു ഫറവോന്റെ സൈന്യാധിപൻ തന്നെ തനിക്ക് വിലയ്ക്ക് വാങ്ങാനുള്ള കാരണവും ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഇന്ന കമ്പനിയിൽ ഇന്ന സ്ഥാനത്ത് ജോലിക്ക് കയറിയതൊക്കെ ചില മുഖാന്തരങ്ങളും ചില വഴികളുമാണെന്ന് നമുക്ക് തോന്നുമ്പോഴും അതിനകത്താരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു കരം ദൈവം ചലിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് വെളിപ്പെട്ടില്ലെങ്കിലും ദൈവത്തിന് അവിടെ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. എനിക്ക് ഇന്നടത്ത് ജോലി കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് ഇന്നടത്തായിരുന്നു പോസ്റ്റിംഗ് എങ്കിൽ ഇന്നതാകാമായിരുന്നു എന്ന് ഞാൻ എന്റെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ദൈവം പറയുക, നിന്നെ ഇവിടെ ഞാനാ നട്ടിരിക്കുന്നത്, അതിനകത്തൊരു പദ്ധതിയുണ്ട്. നിനക്ക് ഇന്നത് വെളിപ്പെട്ടില്ലെങ്കിലും അല്പം കഴിയുമ്പോൾ അത് വെളിപ്പെട്ടു വരും. ദൈവമാണ് ആ സൈന്യാധിപനെ കൊണ്ട് ജോസഫിനെ വാങ്ങിപ്പിക്കുന്നു. ഒരു ദുഷ്ട സ്ത്രീ, അദ്ദേഹത്തിന്റെ വൈഫ് അപവാദം പറഞ്ഞ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. ഒരുപാട് സെല്ലുകൾ കാരാഗ്രഹത്തിലുണ്ടെങ്കിലും പാനപാത്രവാഹകനും ഈ അപ്പക്കാരനും കിടക്കുന്ന കാരാഗ്രഹത്തിൽ തന്നെ ജോസഫിനെ കൊണ്ടിടാൻ കാരണം ഇത് കൊട്ടാരവുമായിട്ടുള്ള ഒരു ബന്ധത്തിനാണ്. ചില സ്ഥലത്ത് വെച്ച് ചിലരെ കണ്ടുമുട്ടുന്നതും ചില സ്ഥലത്ത് വെച്ച് ചിലരെ പരിചയപ്പെടുന്നതും ഓർത്തു വെച്ചോ അതേതോ നന്മയുടെ കാരണത്തിനാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരു ദൈവവൈതൽ
അനാവശ്യമായ ഒരാളെ പരിചയപ്പെടാൻ ഇടയാകത്തില്ല. ദൈവത്തോട് നിരന്തരം സംസർഗം പുലർത്തുന്ന ഒരു ദൈവ പൈതൽ വെറുതെ ഒരു സ്ഥാനത്ത് ചെന്ന് വീഴത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇതെല്ലാം നോക്കുമ്പോൾ ആരോ ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്. ജോസഫിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നതും പൊട്ടക്കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഇസ്മായിലിയെ കച്ചവടക്കാർ വാങ്ങിക്കുന്നതും അവനെ സഹോദരന്മാർ വെറുക്കുന്നതും അവനെ സഹോദരന്മാർ അസൂയയോടെ പ്രവർത്തിക്കുന്നതും അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും വീട്ടിൽ നിന്ന് അവരെ പുറത്താക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നതും എല്ലാറ്റിന്റെയും പിന്നിൽ ഒരു അത്യുന്നതന്റെ കരമുണ്ട്. ആ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ജോസഫിന് വയസ്സ് 28 ആയോളൂ. അവിടെ വെച്ച് പരിചയപ്പെട്ട 2 സ്നേഹിതരിൽ ഒരാൾ മരിച്ചു, മറ്റേയാൾ അവനെ മറന്നുപോയി. ചില സ്നേഹിതർ നമ്മളോട് വാക്ക് പറഞ്ഞിട്ട് മറന്നു പോകുമ്പോൾ അവരോട് നമുക്ക് പകയുണ്ടാകും. ഉണ്ടാകരുത്. എന്താണെന്നറിയാമോ? 30ാമത്തെ വയസ്സായിട്ടില്ല. ജോസഫെ 28 ആയുള്ളൂ. 28ാമത്തെ വയസ്സായതുകൊണ്ടാ 2 വർഷം കൂടെ നീ ജയിലിൽ കിടക്കേണ്ടി വന്നത്. കറക്റ്റ് 30ാമത്തെ വയസ്സായപ്പോൾ ഫറവോൻ സ്വപ്നം കണ്ടു കഴിഞ്ഞു. പക്ഷെ ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഭൂമിയിൽ ആരെയും ദൈവം ഒരുക്കിയിട്ടില്ല. അത് വ്യാഖ്യാനിക്കാൻ ഒരുത്തനെ മാത്രമേ ദൈവം ആക്കിയിട്ടുള്ളൂ. അത് ജോസഫ് മാത്രമാണ്. ആരാ ഇതിനകത്ത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരാ ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുടെ കരമാണ് ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇതൊരു സിനിമയിലേക്കോ നിങ്ങൾ ഇതൊരു നാടകത്തിലേക്കോ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു സിനിമ കാണുന്നത് പോലെ, ഒരു നാടകം കാണുന്നത് പോലെ ആ അധ്യായം നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ മീതെ നിങ്ങൾക്കൊരു കരമിങ്ങനെ ചലിക്കുന്നത് കാണാൻ കഴിയും. അത് മറ്റാരുടെ കരമല്ല, ഒരു വ്യക്തിക്ക് വേണ്ടി ഈ മുഴുവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമെങ്കിൽ why not? എന്തുകൊണ്ട് എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ഈ ദൈവം പ്രവർത്തിക്കയില്ലയോ? ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. പോത്തിഫറിന്റെ വൈഫിന്റെ ആരോപണങ്ങളൊക്കെ തന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടെങ്കിലും അവിടെ നിന്ന് താൻ സിംഹാസനസ്ഥനായി ഫറവോന്റെ കൊട്ടാരത്തിലെത്തി. ഇനി നിങ്ങൾ അവിടെ നിന്ന് ശ്രദ്ധിക്കണം. അസൂയ കൊണ്ട് തന്നെ ഒഴിവാക്കാൻ, തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്ന, വീട്ടിൽ നിന്ന് എന്നേക്കും ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്ന സഹോദരങ്ങളെ ദൈവം ശാസിക്കുന്നില്ല. ദൈവം അവരെ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? അങ്ങനെ എന്റെ കൂടെ അസൂയ, എനിക്കെതിരെ അസൂയ കൊണ്ട് നിൽക്കുന്ന, എന്നെ വിമർശിക്കുന്നവർ പിന്നെ ഭൂമിയുടെ വരപ്പിൽ കാണും. പക്ഷെ ദൈവം അവരെ ഒഴിവാക്കുന്നില്ല. അവരെ ദൈവം ആക്കി വെച്ചിരിക്കുക. അവരെ കുറിച്ച് ആക്ഷേപം പറയുന്ന ദുഷ്ട സ്ത്രീയെ ദൈവം നശിപ്പിക്കുന്നില്ല. ഒരു തെറ്റും ചെയ്യാൻ നിനക്കെയും തെളിവുകൾ ഉയർത്തി കാണിച്ച് ആരോപണം ഉന്നയിക്കുന്ന പോത്തിഫറിന്റെ ഭാര്യയെ ദൈവം ഹാർട്ട് അറ്റാക്ക് ഒന്നും വരുത്തി കൊല്ലുന്നില്ല. അവരിട്ടേക്കുക. കാരാഗ്രഹത്തിൽ മറന്നുപോയ പാനപാത്രവാഹനെ ദൈവം ശിക്ഷയൊന്നും കൊടുക്കുന്നില്ല. ഇവരെ എല്ലാം ദൈവം അനുവദിച്ചിരിക്കുക. എന്തിന്? ജോസഫിന്റെ ഉയർച്ചയ്ക്ക്. എന്തുകൊണ്ട് ദൈവം ചിലരെ അനുവദിക്കുന്നു? അത് നിങ്ങളുടെ ദോഷത്തിനല്ല, അത് നിങ്ങളുടെ വിശുദ്ധീകരണത്തിനല്ല, അത് നിങ്ങളുടെ ഉയർച്ചയ്ക്കാണ്. നിങ്ങൾ ഇനി ഉച്ചകുത്തി പ്രാർത്ഥിച്ചാലും ചിലത് മാറത്തില്ല, ചിലത് ഒഴിയത്തില്ല. നിങ്ങൾ എന്നും നല്ല ഡ്രസ് ഇട്ട് നന്നായി ഒന്ന് ഒരുങ്ങി അങ്ങോട്ട് പോകുമ്പോൾ അയൽവക്കത്ത് ഒരുത്തൻ ചുമ്മാ ഒന്ന് കാക്കിച്ചു ഒരു തുപ്പ് തുപ്പിയ നിങ്ങളുടെ പ്രാർത്ഥന ഇവനെ പമ്പ എടുപ്പിക്കണം. പക്ഷെ ദൈവം വെച്ചേക്ക് അവനെ അഹങ്കാരിയായി നമ്മൾ പോകാതിരിക്കാൻ. അവന്റെ ഒരു തുപ്പല നമ്മളെ താഴ്മയുള്ളവരാക്കുന്നത്. ഇങ്ങനെ ഒരുത്തനെ എന്റെ വലത്തുവശത്ത് നട്ടേക്കുന്നത് കൊണ്ടാ ഞാൻ എന്നും ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നട്ടത് അവിടെ നിൽക്കട്ടെ, ദൈവം എഴുന്നേൽപ്പിച്ച പ്രതിയോഗി അവിടെ നിൽക്കട്ടെ. പക്ഷെ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ കുറിച്ചുള്ള ആ പ്ലാനിലേക്ക് ദൈവം നിങ്ങളെ നടത്തുകയാ. പലപ്പോഴും ദൈവമക്കളാകുന്ന നമുക്ക് ഈ അറിവ് നഷ്ടപ്പെടുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ ചഞ്ചലപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഹൃദയം കലങ്ങി പോകരുത്. ഇതൊന്നും കണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. നിങ്ങൾ ഒരാളിൽ വിശ്വസിച്ചാൽ മതി, ദൈവത്തിൽ വിശ്വസിക്കുക. എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്, എല്ലാം ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി എവിടെയൊക്കെയോ ആരെയൊക്കെയോ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെയൊക്കെയോ ദൈവം അതിന്റെ മുഖാന്തരങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ദൈവം ഇങ്ങനെ നടത്തുന്നതെന്ന് അറിയാമോ? നമ്മളെ ഇല്ലായ്മ ചെയ്യുവാനല്ല,
നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, നമ്മളെ ഒരുക്കിയെടുക്കുവാൻ, നമ്മളെ ദൈവത്തിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുവാൻ. ഒരു കൊർന്നല്യോസ് തന്റെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെടുകയാ. കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. പക്ഷേ നീ സ്വർഗത്തിലെത്തുന്ന കാര്യത്തിൽ ഇച്ചിരി ഡൗട്ടുണ്ട്. നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി, പക്ഷെ നീ സ്വർഗത്തിലെത്തുന്ന കാര്യത്തിൽ അല്പം ഡൗട്ടുണ്ട്. നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, നീ ഭക്തനാണ്, കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. നിനക്ക് 9 മണി നേരത്ത് നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൂതൻ നിന്റെ മുമ്പിൽ വെളിപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നിന്നെ സ്വർഗത്തിലെത്തിക്കത്തില്ല. സ്വർഗത്തിലെത്തിക്കണമെങ്കിൽ ഈ പത്രോസ് സ്വദേശിയെ വിളിച്ചോണ്ട് വരണം. പത്രോസ് സ്വദേശിയെ വിളിച്ചോണ്ട് വരണം. പത്രോസ് സ്വദേശി എടുത്ത് പ്രാർത്ഥിക്കാൻ കയറി. ഉടനെ അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. ഇതവർ തമ്മിൽ അറിയുന്നില്ല, പക്ഷെ രണ്ടുപേരും അറിയാത്തൊരു ദൈവം അറിയുന്നുണ്ട്. രണ്ടുപേരെ തമ്മിൽ അടുപ്പിക്കാനും, അകന്നു നിൽക്കുന്ന രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ, ഒരിക്കലും പരസ്പരം കണ്ടിട്ടില്ലാത്ത രണ്ട് വ്യക്തികളെ തമ്മിൽ അടുപ്പിച്ചു കൊണ്ടുവരുവാൻ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഒറ്റ വെളിപ്പാട്. ആരാ കൺട്രോൾ ചെയ്യുന്നത്? ദൈവമാണ്. സർവശക്തന്റെ ദൂതൻ ഇവിടെ ഇറങ്ങി. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, നിന്നെ അന്വേഷിച്ച് 2 പേർ വരുമ്പോൾ നീ സംശയിക്കരുത്, കൂടെ പൊയ്ക്കോണം. ദൈവം എല്ലാം കൺട്രോൾ ചെയ്യുന്നു. ദൈവമാണ് സകലത്തിൽ നിയന്ത്രിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിച്ച യോന കയറിയ കപ്പൽ, യോനായുടെ ആ യാത്രയിൽ ആ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട്. താൻ ആ കടലിലൂടെ ഈ കപ്പൽ ഓടിച്ചു പോകുമ്പോൾ യോന ടിക്കറ്റ് എടുത്ത് എവിടത്തേക്കാണെന്നറിയാമോ? നിനവേലേക്ക് പോകാൻ നിയോഗമുണ്ടായിരുന്ന യോന തർസീസിലേക്ക് ആ ടിക്കറ്റ് എടുത്തത്. ആ ടിക്കറ്റും പോക്കറ്റിൽ എടുപ്പുണ്ട്. പക്ഷേ ഈ കപ്പൽ തർസീസിലെത്തണോ വേണ്ടായോ എന്ന് കടലിനെ നിയന്ത്രിക്കുന്ന ദൈവം തീരുമാനിക്കണം. കടലിനെ നിയന്ത്രിക്കുന്ന ദൈവം തീരുമാനിക്കണം. ഞാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചാലും എന്നെ എത്തിക്കണോ വേണ്ടായോ എന്ന് എന്റെ ദൈവം തീരുമാനിച്ചെന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്റെ പോക്കറ്റിൽ തർസീസിലേക്കുള്ള ടിക്കറ്റ് കിടപ്പുണ്ട്. ഞാൻ കാശ് മുടക്കി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഞാൻ കയറിയത് തർസീസിലേക്കുള്ള കപ്പലാ. പക്ഷേ കടലിനെയും കരയെയും സൃഷ്ടിച്ച ഒരു ദൈവം കടലിന്റെ കൺട്രോൾ ഏറ്റെടുത്തു, കപ്പലിന്റെ കൺട്രോൾ ഏറ്റെടുത്തു, ആ കാറ്റിന്റെ കൺട്രോൾ ഏറ്റെടുത്തു, അതിൽ സഞ്ചരിക്കുന്ന ഒരു തിമിംഗലത്തിന്റെ കൺട്രോൾ ഏറ്റെടുത്തു. നിങ്ങൾ അവിടെ നോക്കിയാൽ ഒരു പുഴുവിന്റെ പോലും കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലാണ്. ഒരു ആവണക്കിന്റെ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലാണ്. ഈ ഭൂമിയിൽ ഒരു സസ്യം വളരുന്നെങ്കിൽ അത് ദൈവം കൽപ്പിച്ചേ വളരത്തുള്ളൂ. ഒരു സസ്യത്തെ ഉണക്കി കളയാൻ ഒരു പുഴു ചലിച്ചു വരണമെങ്കിൽ, ഇഴയുന്ന ശ്രദ്ധിക്കപ്പെടാത്തൊരു പുഴു ആ ആവണക്കിനെ വന്ന് കുത്തണമെങ്കിൽ അതിനും ദൈവം കൽപ്പിച്ചേ നടക്കത്തുള്ളൂ. ഇത്ര വലിയവനായ ദൈവം ഒരു പുഴുവിനെ നിയന്ത്രിക്കുന്നെങ്കിൽ ദൈവമാണ് സകലത്തിന്റെയും നിയന്ത്രണം. ഇഴയുന്ന പുഴുവിനെ പോലും നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന് ബൈബിൾ പറയുന്നെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആ കാര്യം വിശ്വസിച്ചുകൊള്ളു? സ്വർഗസ്ഥൻ എന്ന വാക്കിന്റെ അർത്ഥത്തിൽ നിന്നാൽ മതി. സകലതും കൺട്രോൾ ചെയ്യുന്ന ദൈവം, എല്ലാം കൺട്രോൾ ചെയ്യുന്ന ദൈവം. 2 സംഭവങ്ങളിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ദൈവം കൺട്രോൾ ചെയ്ത 2 സംഭവങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരണത്തിൽ കടക്കുന്നില്ല. അത് അല്പ വിശദീകരണങ്ങളുള്ള ഭാഗമായതുകൊണ്ട് മനുഷ്യൻ അറിയാതെ മനുഷ്യന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവം സകലതും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. എൻ്റെ ഈ മെസ്സേജിന്റെ കാതലായ ഒരു ഭാഗം ഇത്രയേ ഉള്ളൂ. ഒന്നിന്റെയും മുമ്പിൽ ഹൃദയം കലങ്ങരുത്. എന്റെ ദൈവം കൽപ്പിക്കാതെ ഒരാവണക്ക് മുളയ്ക്കത്തില്ല. എന്റെ ദൈവം കൽപ്പിക്കാതെ ഒരു പുഴു ചലിക്കത്തില്ല. എന്റെ ദൈവം കൽപ്പിക്കാതെ നിങ്ങൾക്കെതിരായിട്ടൊരു പ്രതിയോഗി എഴുന്നേൽക്കത്തില്ല. എന്റെ ദൈവം കൽപ്പിക്കാതെ. ഇതെല്ലാം എന്നെ തകർക്കുവാനല്ല, എന്നെ നന്നാക്കുവാൻ ദൈവം, നിങ്ങളെ നന്നാക്കുവാൻ, നിങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, നിങ്ങളെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ പണിശാലയിൽ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ് എന്ന ഉത്തമ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആരാ? ദൈവം. അബ്രഹാം വിശ്വസിച്ച ദൈവം എൽഷദായി. എന്താ ആ ദൈവത്തിന്റെ പ്രത്യേകത? സകലത്തിന്റെയും സർവശക്തനായ ദൈവം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എല്ലാം നിയന്ത്രിക്കുന്ന പിതാവേ, എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ദൈവം കൺട്രോൾ ചെയ്യുകയാണല്ലോ. ഒരിക്കലും ഒരു
ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതിനകത്തൊരു ചെറിയ മിനി സ്ക്രീനിൽ നമുക്ക് പ്രോഗ്രാമുകൾ ഇട്ട് കാണാം. അപ്പോൾ ഒരു പ്രോഗ്രാം ഞാനിങ്ങനെ ഞെക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഫണ്ണായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിങ്ങനെയാണ്, ഒരാള് ഒരു ചെറിയ വണ്ടിയിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ വേറൊരാൾ ഒരു ചെറിയ ബോക്സിൽ നിൽക്കുകയാണ്. അപ്പൊ ഇയാൾ ഈ സ്റ്റിയറിംഗിൽ കയറിയിരുന്നുണ്ട്. നമ്മൾ ഈ പിക്നിക്കൊക്കെ പോകുമ്പോൾ റൈഡ് ചെയ്യുന്ന ഒരു വാഹനം പോകുന്നത്, ആ വാഹനത്തെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുക. കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു കുളം പോലെയുണ്ട്. ആ കുളത്തിന്റെ അവിടേക്ക് ഈ വണ്ടി അങ്ങ് നീങ്ങുക. പുള്ളിയിട്ട് പിടിച്ചതൊക്കെ ഒന്നും ഈ വണ്ടി ഇങ്ങോട്ട് നീങ്ങുന്നില്ല, പക്ഷെ വണ്ടി അങ്ങോട്ട് പോവുകയാണ്. അതിന്റെ ശരിക്കും അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റിയറിംഗ് അവിടെ ഉള്ളെങ്കിൽ കൺട്രോൾ വേറൊരുത്തൻ്റെ കയ്യില്ല. അവനിങ്ങനെ റിമോട്ടിലിരുന്ന് കളിക്കുക. അപ്പൊ ഈ വെള്ളത്തിന് അങ്ങോട്ട് വണ്ടി പോകുമ്പോഴത്തേക്ക് ഇയാളങ്ങ് പേടിക്കുക, എന്നിട്ട് ഇത് വെള്ളത്തിലോട്ടൊന്ന് മറിയുക. ഇത് ഒരു ഫണ്ണായിട്ട് അവരിങ്ങനെ അവിടെ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മളിങ്ങനെ ഇവിടെ നിന്ന് മസിൽ പിടിക്കുന്നെങ്കിലും കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മൾ ഇങ്ങോട്ട് തിരിക്കണമെന്നും അങ്ങോട്ട് തിരിക്കണമെന്നും നമ്മുടെ ജീവിതത്തെ ഇങ്ങോട്ട് 2013 ആദ്യ 2014 മറ്റേത്, പക്ഷെ ഈ സ്റ്റിയറിംഗ് അങ്ങ് വിട്ടുകൊടുക്കണം. റിമോട്ട് ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവമാണ് എന്റെ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ഉത്തമ ധൈര്യം നമുക്കുണ്ടായിരിക്കണം. ആകാശവിധാനത്തിൽ പറന്നുയരുന്ന ആ പട്ടം നമ്മൾ നോക്കുമ്പോൾ അതിങ്ങനെ പറക്കുകയാ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു വെട്ടലുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ കാണുന്നില്ലെങ്കിലും ആ പട്ടത്തിന്റെ അതിൽ കെട്ടിയിരിക്കുന്ന നൂലിന്റെ മറ്റേ അറ്റം ഏതോ കൊച്ചു പിള്ളേരുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാ. നമ്മൾ ആകാശവിധാനത്തിൽ പറക്കുന്ന ആ പട്ടം ഇങ്ങനെ നിൽക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വെട്ടുന്നു. ആരാണിത് ചലിപ്പിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അതിനകത്തൊരു നൂലുണ്ട്, അതിന്റെ അറ്റത്ത് ഒരു കരമുണ്ട്. എന്നതുപോലെ നമ്മൾ ഇങ്ങനെ ഓടുന്നെങ്കിലും ദൈവം നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, ദൈവം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ദൈവമാണ് സകലത്തിന്റെയും നിയന്ത്രിതാവ് എന്ന് നമ്മൾ വിശ്വസിക്കണം. എന്താണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? ഞാൻ എന്റെ മക്കളെ അവസാനിപ്പിക്കാം. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, ദൈവമാണ് സകലത്തിന്റെയും കൺട്രോൾ എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ടിടയാകണം. ദൈവമാണ് സകലതും നിയന്ത്രിക്കുന്നതെങ്കിൽ കടലിലൂടെ ഓടുന്ന കപ്പൽ, ആ കപ്പലിന്റെയും ആ കടലിന്റെയും ആ കപ്പിത്താന്റെയും നിയന്ത്രണം സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കയ്യിലാണ്. ഇത് തർശീസിലെത്തണമോ എവിടെ എത്തണമെന്നുള്ളത് നിയന്ത്രിക്കുന്നത് ദൈവമാണ്. നാം ഇവിടെ ഇപ്പോൾ ഇരുന്ന് ആരാധിക്കുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫ്ലൈറ്റുകൾ ഈ ആകാശവിധാനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകുമ്പോൾ തൊട്ടടുത്തോടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഇങ്ങനെ പോകുന്നത് പോലെ നമ്മുടെ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു അല്പ ദൂരത്തിലൂടെ മറ്റൊരു ഫ്ലൈറ്റ് ഇങ്ങനെ. ഇതൊന്നും തമ്മിൽ കൂട്ടിമുട്ടാതെ ഇതിനെല്ലാം ആരോ നിയന്ത്രിക്കുന്നുണ്ട്. ഈ ആകാശവിധാനത്തിലൂടെ പറക്കുന്ന ലക്ഷക്കണക്കിന് ഫ്ലൈറ്റുകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കാതെ ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാ? എന്റെ സർവശക്തനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണവും കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എന്താ ദൈവത്തിലുള്ള വിശ്വാസം? ഇത്രയേ ഉള്ളൂ. എന്റെ മുഴുവൻ കൺട്രോളും ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാം കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല. ആ പാട്ടിന്റെ വരികൾ നമുക്കറിയാമെന്ന് ചേർന്ന് പാടാം. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും